ഹായ് ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് പ്രസീത. ഞാൻ കെമിസ്ട്രിയാണ് എടുക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് +1 എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം. മൊത്തം 14 ചാപ്റ്റേഴ്സാണുള്ളത്. അത് 2 ബുക്കായിട്ടാണ്, 2 പാർട്ടായിട്ടാണുള്ളത്. ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പാർട്ടും അടുത്ത 7 ചാപ്റ്റേഴ്സ് സെക്കൻഡ് പാർട്ടുമാണ്. ഇനി ഇതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, +1 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ആദ്യത്തെ 60 മാർക്ക് നമ്മുടെ തിയറി എക്സാമും ഇൻറ്റേർണൽ ആയിട്ട് 20 മാർക്കുണ്ട്. അങ്ങനെ മൊത്തം 80 മാർക്കിലാണ് വരുന്നത് +1. +2ലാവുമ്പോൾ 60 മാർക്ക് റിട്ടേൺ എക്സാം, അതുപോലെ ഇൻറ്റേർണൽ 20, മൊത്തം 80 മാർക്ക്. അത് കൂടാണ്ട് 40 മാർക്ക് പ്രാക്ടിക്കൽ വർക്ക് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ടോട്ടൽ വരുന്നത് 200 മാർക്സിലാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ഇയറിൽ 80 മാർക്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ 80 മാർക്സ്, അതുപോലെ സെക്കൻഡ് ഇയറിൽ 40 മാർക്കിനുള്ള പ്രാക്ടിക്കൽ, മൊത്തം ടോട്ടൽ 200 മാർക്സ് ആണ്. അപ്പോൾ കെമിസ്ട്രി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ 10th, 8th, 9th, 10th ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രി. നമ്മുടെ ചുറ്റുപാടുള്ളത് മൊത്തം എന്തായിട്ട് കണക്ട് ചെയ്യുക? കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യണം. കാരണം നമ്മൾ ഒരു ദിവസത്തെ ദിനചര്യ, കാലത്ത് എണീറ്റ് പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞ് കുളിക്കുന്നു, അതിലൊക്കെ നമ്മുടെ കെമിസ്ട്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. പേസ്റ്റ്, ബ്രഷ്, ഇതിലൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സ് തന്നെയാണ്. അതെടുത്ത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, അതിലും എന്താണ്? കെമിക്കൽസ് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു ഡേ ഫുൾ നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ എന്ന് നോക്കാം. കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാറ്റർ. ഒരു മാറ്ററിനെ കുറിച്ചുള്ള അതിൻ്റെ സ്ട്രക്ചർ, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് കോമ്പോസിഷൻസ് വരുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അത് എന്തൊക്കെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, അത് എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നുണ്ടോ, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നുണ്ടോ, എങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് നടക്കുന്നത്, അതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയാണിത്, ബ്രാഞ്ചാണിത് നമ്മുടെ കെമിസ്ട്രി. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാറ്റർ. അപ്പം മാറ്റർ എന്താണ് മാറ്റർ? മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെഫിനിറ്റ് മാസും ഉണ്ടായിരിക്കും, അതുപോലെ ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും ഉണ്ടായിരിക്കണം. അതിന് ഇന്ന ഭാരം, എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടായിരിക്കണം. ഏതൊരു സബ്സ്റ്റൻസ്, ചോക്ക് എടുത്തു അല്ലേ, ഈ ചോക്കിൽ ഒരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ട്, അതിന് ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്ഥലം വേണം. ഒരു സ്പേസിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഈ ചോക്ക് ഓക്യുപ്പൈ ചെയ്യുള്ളൂ. ഇതൊരു മാറ്ററാണ്. നമ്മുടെ സബ്സ്റ്റൻസ് ചുറ്റുപാടുമുള്ള ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതൊക്കെ മാറ്ററാണ്. ഓക്കെ, ബെഞ്ച്, ഡെസ്ക്, ഇതൊക്കെ എന്താണ്? മാറ്ററാണ്. അതിന് എന്ത് വേണം? അതിന് മാസ് ഉണ്ട്, പ്രത്യേക ഒരു മാസ് ഉണ്ട്. അതുപോലെ അത് ഓക്യുപ്പൈ ചെയ്യാൻ അതിനൊരു സ്ഥലം വേണം. ഓക്കെ, അപ്പോൾ എന്താണ് മാറ്റർ എന്ന് നോക്ക്. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് ഇൻ സ്പേസ്. സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലവും വേണം, അതുപോലെ അതിന് ഒരു പ്രത്യേക ഭാരം വേണം, വെയിറ്റ് ഉണ്ടായിരിക്കണം, മാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലിയർ ആയല്ലോ കെമിസ്ട്രി എന്താണ്? കെമിസ്ട്രി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാറ്റർ. ഇനി ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. നമുക്ക് മെയിൻലി 3 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ബ്രാഞ്ചിനെ. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് കെമിസ്ട്രി. ഇത് കൂടാണ്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് അപ്ലൈഡ് കെമിസ്ട്രി ഉണ്ട്, അനലറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, ബയോ കെമിസ്ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡ്, ലാബിലൊക്കെ വരുന്നതാണ്, മെഡിസിനൽ ഫീൽഡ്, അതൊക്കെ വരുന്നതാണ് ഇത് ബയോ കെമിസ്ട്രി. ഇത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള 3 ബ്രാഞ്ചാണ്: ഫിസിക്കൽ, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക്. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ 10th പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ബെൻസീൻ, മീഥെയ്ൻ, ഈഥെയ്ൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് 10th. ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സുകളെയാണ് ഇത് പറയുക ഓർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രി എന്താണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയുണ്ട്. അതിൽ മെറ്റൽസ് ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? മെറ്റലോയിഡ്സ് ഉണ്ട്. ലോഹങ്ങൾ, അലോഹങ്ങൾ, അതുപോലെ ലോഹസങ്കരങ്ങൾ, ഇതൊക്കെ എന്തെല്ലാം ഉള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിളുണ്ട്. ഈ എലമെൻസിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതെന്തൊക്കെ സ്വഭാവങ്ങൾ കാണിക്കുന്നു, അതിൻ്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് നമ്മുടെ ഇൻഓർഗാനിക്
കെമിസ്ട്രി. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോളിഡ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഇതിനെക്കുറിച്ചുള്ളൊക്കെ സ്റ്റഡിയാണ് ഇത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയുന്നുള്ളൂ, അതല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട, ജനറൽ ആയിട്ട് കെമിസ്ട്രിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി വരിക? ഞാൻ ഓൾറെഡി പറഞ്ഞു, കെമിസ്ട്രി നമ്മുടെ ഒരു ദിവസം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എല്ലാ ഭാഗത്തു നിന്നുണ്ട് ഒരു കെമിസ്ട്രി ടച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി നമുക്ക് മനസ്സിലാവും. ഏതൊക്കെ ഫീൽഡിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഡിസിൻ ഫീൽഡ് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻ ഫീൽഡ് ഒട്ടുമിക്ക മെഡിസിൻസും എന്താണ് നമ്മുടെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഒരു ക്യാൻസർ സിസ്പ്ലാസ്റ്റിൻ എന്ന് പറയും, ഒരു മെഡിസിനാണ് സിസ്പ്ലാസ്റ്റിൻ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എന്താണ് നമ്മുടെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ അഗ്രികൾച്ചർ, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഇതൊക്കെ എന്താണ് കെമിക്കൽസ് ആണ്. ഇതൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി പറഞ്ഞു. അപ്പം മാറ്ററായിട്ട് കണക്ട് ചെയ്തു. മാറ്റർ എന്ന് വെച്ചാൽ വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിച്ച് ഓക്യുപ്പൈ ഇൻ സ്പേസ്, സ്പേസിൽ ഓക്യുപ്പൈ ചെയ്ത് സ്പേസിലിരിക്കാൻ ഡെഫിനിറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി മാറ്ററിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. രണ്ട് തരം ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കലി മാറ്ററിനെ എങ്ങനെ തിരിക്കാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, ഒന്ന് സോളിഡ്, സെക്കൻഡ് വൺ ലിക്വിഡ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്യാസ്. അതായത് ഖരം, ദ്രാവകം, വാതകം. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ വരെ ഇത് കിട്ടും. സോളിഡ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം. സോളിഡ് എങ്ങനെയാണ്, ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്. ആദ്യം നമുക്ക് അതിൻ്റെ ഷേപ്പ് നോക്കാം അല്ലേ. സോളിഡ്സിന് എങ്ങനെയാണ് ഷേപ്പ്? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചോക്കുണ്ട്. ഈ ചോക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ. അപ്പോൾ അതായത് ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്ന് പറയാം. ഏതൊരു സബ്സ്റ്റൻസ് എടുത്ത് നോക്കിയേ, ഡസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ബെഞ്ച് എടുത്തു, അതിനൊക്കെ ബുക്ക് എടുത്തു, നോട്ട് ബുക്ക് എടുത്തു, ഇതിനൊക്കെ എന്തുണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, സോളിഡ്സിന് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഇനി ലിക്വിഡ്, വെള്ളം എടുത്തു. വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തു. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പാണ് അല്ലേ വെള്ളത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ അതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു. ബക്കറ്റിലേക്ക് ഒഴിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ ഷേപ്പ് മാറി, അതായത് ദ്രാവകത്തിൻ്റെ ഷേപ്പ് മാറി. അപ്പോൾ ലിക്വിഡിന് ഷേപ്പിൻ്റെ കാര്യം എങ്ങനെ പറയാം? നോ ഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും. ഷേപ്പ് ഉണ്ടായിരിക്കില്ല. ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പ് ആയിരിക്കും, ബക്കറ്റിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി. അപ്പം ദ്രാവകത്തിന് ഒരിക്കലും ഒരു കൃത്യമായ ഷേപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പം ഇതിൻ്റെ പോയിന്റ് എഴുതുന്നത് എങ്ങനെ എഴുതും? നോ ഡെഫിനിറ്റ് ഷേപ്പ്. നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഗ്യാസ് എടുക്കുക. ഗ്യാസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു കുപ്പിയിൽ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് നിറച്ചിട്ടുണ്ട് നോക്കിയാൽ, ഓക്സിജനോ നൈട്രജനോ ഏതെങ്കിലും ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ കുപ്പിയുടെ ഷേപ്പിൽ കിട്ടി. അത് നമ്മൾ ഒരു റൂമിലേക്ക് തുറന്നു വിട്ടു, കുപ്പി തുറന്നു വിട്ടു. ഈ ഗ്യാസ് മോളിക്യൂൾസ് റൂമാകെ പരക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറിയില്ലേ? അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിനൊരു ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിനും ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. നോ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പോൾ ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് അതിൻ്റെ വോളിയം. ഓരോന്നിൻ്റെയും വോളിയം നോക്കണം. അപ്പോൾ സോളിഡ്സ് എടുക്കുകയാണെങ്കിൽ ഇതിനൊരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട് അല്ലേ. ഈ ചോക്കിന് ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട്. ഡസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് പെർട്ടിക്കുലർ വോളിയം ഉണ്ട്. അതുപോലെ ഏതൊരു സബ്സ്റ്റൻസ് നമ്മുടെ സറൗണ്ടിങ്സിലെ ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അതിനൊരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട് അല്ലേ. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ നമ്മൾ പലതരം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് മാത്സിൽ. വോളിയം, സ്പിയറിൻ്റെ വോളിയം എന്താണ്, അതുപോലെ സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്, പലതിൻ്റെ വോളിയംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈ സോളിഡ്സിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് എഴുതാ, സോളിഡ് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് വോളിയം.
ഡെഫിനിറ്റ് വോളിയം, വ്യാപ്തം എന്നാണ് അർത്ഥം വോളിയത്തിൻ്റെ കേട്ടോ, മലയാളം വ്യാപ്തം, പ്രത്യേക വ്യാപ്തം ഉണ്ടായിരിക്കും. ഓക്കെ, വോളിയം. ലിക്വിഡിൻ്റെ കേസ് നോക്കുക. ലിക്വിഡിൻ്റെ കേസ് എങ്ങനെയായിരിക്കും? വോളിയം ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ വരിക? ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഞാൻ എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം, അതൊരു ഡെഫിനിറ്റ് വോളിയമാണ് ഉള്ളത്. അത് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന വെള്ളം തന്നെയല്ലേ ഒരു ബക്കറ്റിൽ ഉണ്ടാവുക? അതിന് ചേഞ്ച് വരുന്നില്ലല്ലോ, ആ വെള്ളത്തിനൊരു ചേഞ്ച് വരുന്നില്ല, അത്രയും ക്വാണ്ടിറ്റി തന്നെ ആ ബക്കറ്റിലുണ്ട്. അപ്പോൾ ലിക്വിഡിൻ്റെ കേസിലും എഴുതാം എന്ത്? ഡെഫിനിറ്റ് വോളിയം. വോളിയം ഡെഫിനിറ്റ് ആയിരിക്കും, വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഡെഫിനിറ്റ് വോളിയം. ഇനി ഗ്യാസ് എടുക്കുക. ഗ്യാസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഗ്യാസ് നമ്മൾ ഒരു കുപ്പിയിൽ ഗ്യാസ് എടുത്തു, അപ്പോൾ ആ കുപ്പിയുടെ വോളിയമാണ് ആ ഗ്യാസിൻ്റെ വോളിയം. അത് നമ്മളൊരു റൂമിലേക്ക് തുറന്നു വിട്ടു, അപ്പോൾ അത് റൂമാകെ പരക്കും അല്ലേ? അപ്പോൾ എന്താവും? ആ റൂമിൻ്റെ വോളിയത്തിൻ്റെ അനുസരിച്ച് വരും. ഓക്കെ, അപ്പോൾ ഗ്യാസിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്യാസിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവില്ല. അപ്പോൾ നോ ഡെഫിനിറ്റ് വോളിയം, നോ ഡെഫിനിറ്റ് വോളിയം. ഗ്യാസിൻ്റെ കേസിൽ ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, സോളിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ലിക്വിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കില്ല. സോറി, ഷേപ്പുള്ള വോളിയം ഉണ്ടായിരിക്കില്ല. ആൻഡ് തേർഡ് പോയിന്റ് നോക്കാം, മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു, ഷേപ്പും പറഞ്ഞു, നമ്മൾ വോളിയം പറഞ്ഞു. ഇനി അതിൻ്റെ ഓരോ പാർട്ടിക്കിൾസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് നമ്മളിപ്പോൾ കാണിക്കുന്നത്, ഫോർ എക്സാമ്പിൾ സോളിഡ്സിൻ്റെ കേസ് കേട്ടോ. പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിൽ ഓരോ കണികകൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ, വളരെ അടുത്തടുത്താണ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയായിരിക്കും പാക്ക് ചെയ്യുക. ഇതിൻ്റെ ഓരോ കണികകൾ, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം വളരെ അടുത്തടുത്തായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ പറയുക ക്ലോസ്ലി പാക്ഡ് എന്നാണ്. അതായത് ഓരോ കണികകൾ അടുത്തടുത്ത് പാക്ക് ചെയ്ത കാരണം സോളിഡ്സ് എല്ലാം എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആണ്. ക്ലോസ്ലി പാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ പാർട്ടിക്കിൾസിനും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, മൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ, ക്ലോസ്ലി പാക്കാണ്, ഭയങ്കര റിജിഡാണ്, അത് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. നോ ഫ്രീ ടു മൂവ് ചെയ്യാൻ എളുപ്പമല്ല, അവിടെ പോവില്ല, മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ലിക്വിഡിൻ്റെ കേസ് എടുത്ത് നോക്കിയോ. ലിക്വിഡ് നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തറയിൽ ഒഴിച്ചു, അതിങ്ങനെ ഒഴുകി പോകില്ലേ? ഒഴുകി പോകണമെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അവിടുത്തെ ഓരോ കണികകളും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? പാർട്ടിക്കിൾസ് മൂവ്മെൻ്റ് ഉള്ള കാരണമാണ് അത് അവിടെ ഒഴുകി പോകുന്നത്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലിക്വിഡ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് ഒരെണ്ണം ഇവിടെ കേട്ട് ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാവും. ഓരോ കണികകൾ തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, പാർട്ടിക്കിൾസ് തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തറയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകി പോകുന്നത്. നോട്ട് സോ ക്ലോസ്ലി പാക്ക്, അത്രയും സോളിഡ്സിൻ്റെ അത്രയും ക്ലോസ്ലി പാക്ക്. ഇതാണ് സോളിഡ്സിൻ്റെ പാക്കിങ്. ഇത്രയും ക്ലോസ്ലി പാക്ക് ആയിരിക്കില്ല ഏതിൻ്റെ കേസിൽ? ലിക്വിഡിൻ്റെ കേസിൽ. അപ്പം നമ്മൾക്ക് ഇവിടെ എഴുതാം, ലിക്വിഡിൻ്റെ കേസിൽ എന്ത് എഴുതാം? നോട്ട് സോ ക്ലോസ്ലി പാക്ഡ്, നോട്ട് സോ ക്ലോസ്ലി പാക്ഡ്. ഇനി അപ്പോൾ ഗ്യാസിൻ്റെ കേസ് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. എങ്ങനെയായിരിക്കും ഗ്യാസിൻ്റെ മോളിക്യൂൾസ്? ഒരെണ്ണം ഇവിടെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാണിക്കാം. ഗ്യാസിൻ്റെ കേസിൽ ഒരെണ്ണം ഇവിടെയാണെങ്കിൽ ഒരെണ്ണം അങ്ങകലേക്കും ഒരെണ്ണം ഇവിടെ ആയിരിക്കും, ഒക്കെ വളരെ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുക. ഓരോ കണികകളും വളരെയധികം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവുക? എയർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. എയർ മോളിക്യൂൾസ് എല്ലായിടത്തും പരക്കുന്ന കാരണം എന്താണ്? ഈസിലി ഫ്രീ ടു മൂവ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ ഇതാ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അതിൻ്റെ കണികകൾ എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിൾസ് പറഞ്ഞ് ലൂസ്ലി പാക്ഡ് ആണ്. ഫ്രീ ടു മൂവ്, വളരെ ഫ്രീ ആയിരിക്കും, എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും അതിൻ്റെ ഗ്യാസ് മോളിക്യൂൾസിന്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ശ്രദ്ധിക്കുക കേട്ടോ. ഫിസിക്കൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അത് കാരണം നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഷേപ്പ് പറയുകയാണെങ്കിൽ സോളിഡിൻ്റെ കേസിൽ ഡെഫിനിറ്റ് ഷേപ്പാണ്, ലിക്വിഡ് ആണെങ്കിൽ
നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഗ്യാസിൻ്റെ കേസിലും നോ ഡെഫിനിറ്റ് ഷേപ്പ്. വോളിയം പറയുകയാണെങ്കിൽ സോളിഡിന് ഡെഫിനിറ്റ് വോളിയമാണ്, ലിക്വിഡിന് ഡെഫിനിറ്റ് വോളിയമാണ്. ഗ്യാസിൻ്റെ കേസിൽ നോ ഡെഫിനിറ്റ് വോളിയം. ആൻഡ് ദ തേർഡ് പോയിന്റ് പറഞ്ഞത് സോളിഡിൻ്റെ ഓരോ പാർട്ടിക്കിൾസും വളരെ അടുത്തടുത്താണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ പറയും ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അത് ഫ്രീ ടു മൂവ് ഇല്ല, മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അയോൺസിനൊന്നും മൂവ് ചെയ്യാൻ സാധിക്കില്ല. നോട്ട് ഫ്രീ ടു മൂവ്. ലിക്വിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോട്ട് സോ ക്ലോസ്ലി പാക്ക്, അത്രയും ക്ലോസ് അല്ല. സോളിഡിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ അത്രയും ക്ലോസ് അല്ല ലിക്വിഡിൻ്റെ പാക്കിംഗ് നടക്കുന്നത്. ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഇവിടെ എങ്ങനെയായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഗ്യാസിൻ്റെ കേസിലാവുമ്പോൾ ഒരു മോളിക്കുൾ ഇവിടെയാണെങ്കിൽ ഒരു മോളിക്കുൾ ഇവിടെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫ്രീ ടു മൂവ് ആണ്, വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും അയോൺസിന്. അപ്പോൾ ഇത്രയാണ് 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാറ്റർ വരുന്നത്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്.